إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകിയ ഒരു സംഭവവും അതിൽ നിന്ന് വിശ്വാസി ഉൾക്കൊള്ളേണ്ടുന്ന ചില ഗുണപാഠങ്ങളുമൊക്കെയാണ് ഖുത്ബകളിലൂടെ നാം കേട്ടുവരുന്നത്. ആ ഗുഹയിലകപ്പെട്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ രണ്ടാമനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞതായി കാണാം. ആ മനുഷ്യൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നഹു കാന ലി അജീർ. അല്ലാഹുവേ, എനിക്കൊരു തൊഴിലാളി ഉണ്ടായിരുന്നു, ഞാൻ വേതനം നിശ്ചയിച്ചുകൊണ്ട് തൊഴിലെടുക്കാൻ ക്ഷണിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അമില ലി അലാ ഫറഖിൻ മിൻ അറുസ്. ധാന്യങ്ങളിൽ കുറച്ച് കൊടുക്കാമെന്നാണ് ഞാൻ അയാളുമായി കരാറുണ്ടാക്കിയത്. പക്ഷേ ഫദഹബ വതറകഹു, അയാൾ ആ ധാന്യങ്ങൾ സ്വീകരിക്കാതെ അത് ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അഥവാ ഈ മനുഷ്യൻ നിശ്ചയിച്ച കൂലി സ്വീകരിക്കാതെ ഈ വ്യക്തി മടങ്ങിപ്പോവുകയുണ്ടായി. എന്നാൽ വഅന്നി അമത്തു ഇലാ ദാലികൽ ഫറഖ്, ഞാനാവട്ടെ ഇയാളുടെ ഈ ധാന്യങ്ങൾ ഫസറഅതുഹു ഫസാറ മിൻ അംരിഹി, അങ്ങനെ ഞാൻ ഈ ധാന്യങ്ങൾ ഉപയോഗപ്പെടുത്തി അത് കൃഷി ചെയ്തു. എന്നിട്ട് ആ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് കൊണ്ട് അൻഇശ്തറൈതു മിൻഹു ബഖറ, ഞാൻ പശുക്കളെ വാങ്ങിച്ചു. ശേഷം അദ്ദേഹം പറയുന്നു, അന്നഹു അതാനി യത്ലുബു അജ്റഹ. ശേഷം ഈ മനുഷ്യൻ ഒരിക്കൽ എന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം വിട്ടേച്ചു പോയ അദ്ദേഹത്തിന്റെ ആ കൂലി അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഈ വ്യക്തി പറയുകയാണ്, ഇഅ്മിദ് ഇലാ തിൽകൽ ബഖരി ഫസുഖ്ഹാ, അഥവാ ഈ കൂലി ചോദിച്ചു വന്ന മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ ആ കാണുന്ന പശുക്കൂട്ടങ്ങളുണ്ടല്ലോ,
അതിന്റെ അടുക്കിലേക്ക് പോയിട്ട് ആ പശുക്കൂട്ടങ്ങളുമായി താങ്കൾ പൊയ്ക്കൊള്ളുക, അഥവാ അത് താങ്കളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, ഇന്നമാലി ഇൻദക ഫറഖും മിൻ അറുസ്, താങ്കൾ എന്നോട് വാഗ്ദാനം ചെയ്തിരുന്നത് കുറച്ച് ധാന്യങ്ങളായിരുന്നല്ലോ. എന്നാൽ ഈ മനുഷ്യൻ വളരെ സത്യസന്ധമായി അദ്ദേഹത്തിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട മുതൽ കാത്തു സൂക്ഷിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ആ ഉപയോഗപ്പെടുത്തിയതിൽ അഭിവൃദ്ധി ഉണ്ടായിത്തീരുകയും അത് തന്റേതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിച്ചല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യരെ തന്നെ മടക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത് മുൻനിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, ഞാനത് ചെയ്തത് നിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടാണ്. കാരണം ഈ മനുഷ്യനോ അതല്ലെങ്കിൽ മറ്റുള്ള ആർക്കുമോ ഇതറിയില്ല. ഞാൻ ഈ മനുഷ്യന് തിരിച്ചു കൊടുക്കുന്നത് കുറച്ച് ധാന്യങ്ങളാണ് എങ്കിലും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങി തിരിച്ചു പോകും. എന്നിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെതായി സമ്പത്തായി ഉള്ള ആ സമ്പത്ത്, നീ മാത്രം അറിയുന്ന ആ സമ്പത്ത്, അത് ആ മനുഷ്യന് മടക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. സഹോദരന്മാരെ, ഇത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന വളരെ വലിയൊരു ഗുണപാഠമുണ്ട്. നമുക്ക് ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഏറ്റവും ഭംഗിയായ നിലക്കത് പൂർത്തീകരിക്കുക, നിർവഹിക്കുക എന്നത് എന്റെയും നിങ്ങളുടെയും മേലുള്ള ബാധ്യതയാണ്. അതാണ് ഈ സംഭവം പഠിപ്പിച്ചു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. മാത്രമല്ല, നമ്മൾ വിശുദ്ധ ഖുർആൻ ഒന്ന് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അറദ്നൽ അമാനത അല സ്സമാവാതി വൽ അർദി വൽ ജിബാൽ. നാം ഈ അമാനത്ത്, ഈ ഉത്തരവാദിത്വത്തെ ആകാശങ്ങൾക്കും ഭൂമിക്കും അതുപോലെ തന്നെ പർവ്വതങ്ങൾക്കുമൊക്കെ പ്രദർശിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഫഅബൈന അൻ യഹ്മിലഹ, ഈ ആകാശങ്ങളോ ഭൂമിയോ പർവ്വതങ്ങളോ ഒന്നും ആ അമാനത്ത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവരൊക്കെ അത് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. വഅശ്ഫഖ്ന മിൻഹാ, അവരൊക്കെ പേടിച്ചു. ഇത് സ്വീകരിച്ചുകൊണ്ട്, ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിലേതെങ്കിലും നിലക്ക് കൃത്യവിലോപം നടന്നാൽ, അത് കൃത്യമായി അത് നിർവഹിക്കാൻ സാധിക്കാതെ വന്നാൽ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇവരൊക്കെയും പിന്മാറുകയാണ് ഉണ്ടായത്. ശേഷം റബ്ബ് പറയുകയാണ്, വഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തു. എന്നിട്ട് ശേഷം വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇന്നഹു കാന സലൂമൻ ജഹൂല, മനുഷ്യൻ സലൂമും ജഹൂലുമാണ്. അഥവാ അവൻ അക്രമിയാണ്, അതുപോലെ തന്നെ അജ്ഞനാണ്. മനുഷ്യന്മാരുടെ രണ്ട് പ്രത്യേകത പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കൃത്യമായി ധാരണയില്ലാതെ ജീവിക്കുന്നവരാണ് പലപ്പോഴും മനുഷ്യന്മാർ. ഇനി മറ്റു ചിലരാവട്ടെ അതിനെക്കുറിച്ചൊക്കെ കാഴ്ചപ്പാടുണ്ട്. എനിക്കറിയാം ഇന്ന ഉത്തരവാദിത്തങ്ങൾ എന്നിൽ ഏൽപ്പിക്കപ്പെട്ടതാണ്, എന്നിട്ടും അത് കൃത്യമായി നിർവഹിക്കാതെ അതിൽ അക്രമം നിർവഹിക്കുന്നവരാണ് മറ്റൊരു കൂട്ടർ. ഇങ്ങനെ ദുൽമും ജഹലും ഇണങ്ങിയ ഒരു മനുഷ്യൻ, ഒരു വിഭാഗമാണ് മനുഷ്യരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ ഏതു തന്നെയാവട്ടെ, വിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അമാനത്തുകൾ അവർ വ്യത്യസ്തമായ വിശദീകരണങ്ങൾ അതിന് നൽകുന്നുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത്, ഈ പറയപ്പെട്ട ഏതൊക്കെ അമാനത്തുണ്ടോ, അഥവാ റബ്ബുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിക്കപ്പെടേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ അവിടെ നിർവഹിക്കപ്പെടേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബമായി ജീവിക്കുമ്പോൾ അവിടെ നിർവഹിക്കപ്പെടേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം തന്നെ നമ്മളുടെ വിഷയങ്ങളിൽ, വ്യക്തിപരമായ വിഷയങ്ങളിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇങ്ങനെ ഏത് ഉത്തരവാദിത്തങ്ങളും ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഈ വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ വിശ്വാസികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണേണ്ടതുണ്ട്. നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഏത് ഉത്തരവാദിത്തമാവട്ടെ അത് ഭംഗിയായി നിർവഹിക്കാൻ, അതിൽ വീഴ്ച വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കണം. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ കാണാം, വിജയിച്ച വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ശേഷം ആ വിജയിച്ച വിശ്വാസികളുടെ പ്രത്യേകത റബ്ബ് ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. അതിൽപ്പെട്ട അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, വല്ലദീന ഹും ലിഅമാനാതിഹിം റാഊൻ,
അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും. കണ്ടോ? അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയുക എന്തൊക്കെയാണ് ഞാനെന്ന വ്യക്തി എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ഇനി ആ അറിഞ്ഞ കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സഹോദരന്മാരെ, അത് റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച പല കാര്യങ്ങളുമുണ്ട്, അല്ലെ? റബ്ബ് നമ്മോട് കൽപ്പിച്ച പല നിർബന്ധ ബാധ്യതകളുമുണ്ട്. റബ്ബ് നമ്മോട് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നിരോധിച്ച പല കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യതയോടുകൂടെ നിർവഹിക്കുക, നിരോധിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതായിരിക്കണം ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വർ-റസൂൽ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്, ചതിക്കരുത്. വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, അതുപോലെ തന്നെ നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട നിങ്ങളുടെ അമാനത്തുകളിൽ നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. കണ്ടോ? അപ്പൊ റബ്ബുമായി ബന്ധപ്പെട്ടും റസൂലുമായി ബന്ധപ്പെട്ടുമൊക്കെ അവിടുന്ന് ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യങ്ങൾ റബ്ബ് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അത് പഠിക്കാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളുമൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പഠിക്കാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്തൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാവണം. ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ അറിഞ്ഞിട്ടും അക്രമം പ്രവർത്തിക്കുന്നവരായി തീരാൻ പാടില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ അജ്ഞരായി ജീവിക്കുന്നവരുമായി നമ്മൾ മാറാനും പാടില്ല. അതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തേത് സഹോദരന്മാരെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ നിർവഹിക്കേണ്ട പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്, പല കടമകളുമുണ്ട്, കർത്തവ്യങ്ങളുമുണ്ട്, നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകളുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായി കണ്ടറിഞ്ഞ് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. റബ്ബ് നമ്മളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അമാനത്തുകൾ അതിന്റെ ആളുകളിലേക്ക് നിങ്ങൾ തിരിച്ചു നൽകേണ്ടതുണ്ട്, അത് കൃത്യമായി നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു നൽകുകയാണ്. അപ്പോ നമ്മൾ ഏൽപ്പിക്കേണ്ട, നമ്മൾ നിർവഹിക്കേണ്ട, തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ആലോചനകളില്ലാതെ ജീവിക്കുന്നത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, അല്ലെ? നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 3 ലക്ഷണങ്ങൾ മുനാഫിക്കീങ്ങൾക്കുണ്ട്. 3 ലക്ഷണങ്ങൾ മുനാഫിക്കീങ്ങൾക്കുണ്ട്. അതിലൊന്ന് സംസാരിച്ചാൽ കളവ് പറയുക എന്നുള്ളതാണ്. മറ്റൊന്ന് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ വഞ്ചിക്കുക എന്നുള്ളതാണ്, അഥവാ അമാനത്തിൽ വീഴ്ച വരുത്തുക എന്നുള്ളതാണ്. നമ്മിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. റബ്ബ് തന്നെയും നമുക്ക് ഏൽപ്പിച്ചു നൽകിയ പല കാര്യങ്ങളുമുണ്ട്, അല്ലെ? നമ്മളുടെ മക്കൾ അത്തരത്തിൽ അമാനത്താണ്. ആ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, റബ്ബ് കൽപ്പിച്ചതുപോലെ, റസൂൽ പഠിപ്പിച്ചതുപോലെ ആ മക്കളുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിച്ചിട്ടുണ്ടോ? ആ അമാനത്ത് കൽപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് നിർവഹിക്കാൻ, അതിൽ കൃത്യമായി അത് അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതില്ല എങ്കിൽ സഹോദരന്മാരെ, ഈ പറയപ്പെട്ടതുപോലെ നമ്മൾക്ക് അതിൽ അബദ്ധം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ അതൊക്കെ കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു നൽകുകയാണ്, കുല്ലുക്കും റാഇൻ, നിങ്ങളൊക്കെ ഇത്തരത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. എല്ലാവരും, പ്രവാചകന്റെ പ്രയോഗം തന്നെ കുല്ലുക്കും എന്നാണ്. എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും ഇത്തരത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ഇനി അതങ്ങനെ വെറുതെ ഏൽപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് യാതൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോകുമെന്നാണോ? ഒരിക്കലുമല്ല. ശേഷം പ്രവാചകൻ പറയുന്നു, വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങൾ ആരുടെ വിഷയത്തിലാണോ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഏതൊക്കെ വിഷയത്തിൽ, ആരുടെയൊക്കെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. എന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടെ വിശദമായി അത് പഠിപ്പിച്ചു നൽകുകയാണ്.
فالأمير الذي على الناس راع وهو مسؤول عن رعيته. ഒരു ജനവിഭാഗത്തിന്റെ മേൽ അമീറായി നിശ്ചയിക്കപ്പെട്ട, നേതാവായി നിശ്ചയിക്കപ്പെട്ട മനുഷ്യരുണ്ടാവും. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ കീഴിലുള്ള ജനങ്ങളുടെ വിഷയത്തിൽ ഇയാൾ ഉത്തരവാദിത്വത്തിനാണ്. ഇയാളോട് റബ്ബ് നാളെ ചോദിക്കും, ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നീ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നീ നിർവഹിച്ചോ? അതുകൊണ്ടല്ലേ നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയ മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരണമേറ്റെടുക്കുന്നതിന് മുൻപും ഭരണമേറ്റെടുത്തതിന് ശേഷവും അവരുടെ അവസ്ഥ എന്തായിരുന്നു അല്ലേ? എത്ര ഭയപ്പാടോടുകൂടെയാണ് ഓരോ കാലടികളും അവർ മുന്നോട്ട് വെച്ചത്. കാരണം അവർ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു അമീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ ഒരു മനുഷ്യൻ, സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളമോ, പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, അവന്റെ കുടുംബക്കാരായ അവന്റെ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ആ കുടുംബം, ആ കുട്ടികളുടെയും ഭാര്യയുടെയും വിഷയത്തിൽ അവൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വഹുവ മസ്ഊലുൻ അൻഹും, ഈ മനുഷ്യനോട് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അവൻ അതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ പ്രവാചകൻ ശേഷം പറയുന്നു, വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ, ഒരു പെണ്ണ് അയാളുടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ഭർത്താവിന്റെ കീഴിൽ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടവളാണവർ. ആ ഭർത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടുകൂടെ നിർവഹിക്കേണ്ടവളാണവർ. അവളോടും ആ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്തങ്ങൾ എത്ര കൃത്യതയോടുകൂടെ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോട് മക്കൾക്കു കടമകളും കടപ്പാടുകളും ഉള്ളതുപോലെ തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ച് മക്കളോടും അതുപോലെ തന്നെ നിർവഹിക്കേണ്ടതായ ബാധ്യതകളുണ്ട്, കടമകളുണ്ട് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നമ്മൾ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട്, റബ്ബേ എന്റെ ഉപ്പക്കും ഉമ്മക്കും നീ കരുണ ചൊരിയണേ റബ്ബേ, അവർ എന്നെ എന്റെ ചെറുപ്പത്തിൽ എത്രമാത്രം കരുണയോടുകൂടെയാണോ കൃത്യമായ തർബിയത്തോടുകൂടെ എന്നെ വളർത്തി വലുതാക്കിയതുപോലെ റബ്ബേ എന്റെ ഉപ്പയെയും ഉമ്മയെയും കാരുണ്യം ചൊരിയണമേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്, എന്നെയും നിങ്ങളെയും ഒക്കെ ഞാനും നിങ്ങളുമാക്കിയ ആ ഉപ്പയും ഉമ്മയും അവർ അവരുടെ ചെറുപ്പത്തിൽ നമ്മളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടവരായിരുന്നു. ആ ശ്രദ്ധയുടെ തോതനുസരിച്ച്, കണക്കനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യത കൂടുകയാണ്. അവരോട് എത്രമാത്രം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ബാധ്യത ഏറുകയാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത്, എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കളുടെ വിഷയത്തിൽ നമ്മൾക്ക് തർബിയത്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലേ? നമ്മളുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉമ്മയും ഉപ്പയും എന്നെ ചെറുപ്പത്തിൽ റഹ്മത്തോടുകൂടെ തർബിയത്ത് ചെയ്തതുപോലെ, വളർത്തി വലുതാക്കിയതുപോലെ റബ്ബെ അവർക്കും നീ കരുണ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എന്റെ മക്കളുടെ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഈ റഹ്മത്തോടുകൂടെ കൃത്യമായ തർബിയത്തോടുകൂടെ നമ്മൾ വളർത്തി വലുതാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്, ഈ പ്രാർത്ഥനയിൽ പോലും എത്രമാത്രം ആശയമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഈ വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുക, വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളും അവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് അല്ലേ? ഏതൊരു മൃഗമായിരുന്നാലും തന്റെ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, അതിന് ഭക്ഷണം എത്തിക്കേണ്ടതുണ്ട് എങ്കിൽ അത് എത്തിച്ചു കൊടുക്കും. അപ്പൊ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മൃഗതുല്യമായ ഒരു പരിലാളനയുമല്ല കുട്ടികൾക്ക് കിട്ടേണ്ടത്. അതിൽ മാത്രമല്ല അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അല്ലേ? ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് എന്റെ കുട്ടി അനുഭവിക്കരുത് എന്ന് പലപ്പോഴും മാതാപിതാക്കൾ പറയാറുണ്ട്. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ പ്രയാസപ്പെട്ടത് എന്റെ മക്കൾ പ്രയാസപ്പെടരുത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ പട്ടിണിക്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടിയതുപോലെ എന്റെ മക്കൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടരുത്. ഞാൻ ജോലിയെടുത്ത് കഷ്ടപ്പെടുന്നത് പോലെ എന്റെ മക്കൾ ജോലിയെടുത്ത് കഷ്ടപ്പെടരുത്. അവർക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു അവസ്ഥ ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. ഇതിനെ സംബന്ധിച്ച് എത്രമാത്രം നമ്മൾ ശ്രദ്ധ ചെലുത്താറുണ്ട്. പക്ഷേ സഹോദരന്മാരെ, നാളെ പരലോകത്ത് ഞാനും നിങ്ങളും ഈ മക്കളുമൊക്കെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ അവിടെ പ്രയാസപ്പെടാതിരിക്കാൻ
ഞാൻ എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ അതിന് വേണ്ട തർബിയത്തല്ലേ ഏറ്റവും പ്രധാനം? നമ്മൾ ആലോചിച്ച് നോക്കണം അല്ലേ? ബാക്കി എന്ത് കാര്യങ്ങളും ഈ ദുനിയാവിന് വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഏതേത് കാര്യങ്ങളും അത് താൽക്കാലികമാണ്. ഇവിടെ ഇന്നോ നാളെയോ അവസാനിച്ചു പോകാവുന്നത് മാത്രമാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു മകന്റെ മകളുടെ പ്രാർത്ഥന ലഭിക്കണമെങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോ, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമ്പോ ഈ വാപ്പയോട് ഉമ്മയോട് റബ്ബ് പറയുമെന്നാണ്, നോക്ക് ഇതൊക്കെ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ഈ വാപ്പ കാണുമ്പോ ഉമ്മ കാണുമ്പോ അവരാകെ അത്ഭുതപ്പെടും. ഇത്രമാത്രം പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ലല്ലോ. ആ സമയത്ത് ആ ഉപ്പയോട് പറയപ്പെടുമെന്നാണ്, ഇതൊക്കെ ബിസ്തിഗ്ഫാരി വലദിക്, ഇതൊക്കെ നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതിന്റെ ഫലമാണ്. നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനം നടത്തിയതിന്റെ ഫലമാണ്. അങ്ങനെ പാപമോചനം നടത്തണമെങ്കിൽ നമ്മളുടെ മകൻ ഒരു വലതുൻ സ്വാലിഹായിരിക്കണം. നിസ്കരിക്കാത്ത, നോമ്പ് പിടിക്കാത്ത, ദീനിയായ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള ചിന്തയുമില്ലാത്ത ഒരു മനുഷ്യന് മകനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉപ്പാടെ കാര്യത്തിൽ, ഓൻ വാപ്പാടെ കാര്യത്തിൽ, രക്ഷിതാവായ റബ്ബിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവൻ ഓന്റെ വാപ്പാടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടെ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മളുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്തൊക്കെയാണോ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മക്കളെ കൃത്യമായ വിശ്വാസത്തോടുകൂടെ, അവരുടെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ കടന്നു വരാതെ, ശിർക്ക് കടന്നു വരാതെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളിലെ ആദ്യത്തെ ഉപദേശം, മകനെ നീ ശിർക്ക് ചെയ്യരുത്, ഇന്ന ശിർക ലദുൽമുൻ അദീം, അത് ഏറ്റവും അപകടകരമായ കാര്യമാണ് എന്നാണ്. അപ്പോ മക്കളെ വിശ്വാസപരമായി അവരെ കൃത്യതയോടുകൂടെ വളർത്താൻ സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മുറു അബ്നാഅക്കും ബിസ്സലാലി 7 സിനീൻ, നിങ്ങൾ 7 വയസ്സാവുമ്പോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നമസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കണം. ഇനി 7 വയസ്സ് മുതൽ മകനോട് നമസ്കാരത്തെ കൊണ്ട് കൽപ്പിച്ച് അവനെ പള്ളിയിലേക്ക് വരുമ്പോ കൂടെ കൂട്ടി അവനെ ഓർമ്മപ്പെടുത്തി അങ്ങനെ നമസ്കാരത്തെ കൃത്യതയോടുകൂടെ ആ കുട്ടിക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടും ഈ കുട്ടി 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ല എങ്കിൽ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഫദ്രിബൂഹും അലൈഹാ ലിഅശ്രി സിനീൻ, 10 വയസ്സായിട്ടും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവൻ നിസ്കരിക്കണില്ലെങ്കിൽ അവനെ നീ അടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ കൃത്യമായി വിശ്വാസ വിഷയങ്ങളുടെ വിഷയത്തിൽ ഗൗരവം വേണം. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം വേണം. അങ്ങനെ അവന്റെ സ്വഭാവ പെരുമാറ്റ മര്യാദകളുടെ വിഷയത്തിൽ നമുക്ക് ഗൗരവം വേണ്ടതുണ്ട്. ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വതക്കക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന കാരക്ക എടുത്ത് വായിലേക്ക് ഇടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അൽഖിഹാ, അത് തുപ്പിക്കളയി, അത് മാറ്റിവെക്ക്. കാരണം നിനക്കറിയില്ലേ നമുക്ക് സ്വതക്കയിൽ നിന്നൊന്നും ഭക്ഷിക്കാൻ പാടില്ല എന്ന്. കണ്ടോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചില്ല ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയല്ലേ, വേണമെങ്കിൽ കഴിച്ചോട്ടെ, ഒരു കാരക്കയല്ലേ വേണമെങ്കിൽ ഭക്ഷിച്ചോട്ടെ, വിചാരിച്ചില്ല. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനും അത് ഗൗരവത്തോടുകൂടെ ഉണർത്താനും എന്നാൽ അത് റിഫ്കോടുകൂടെ കൈകാര്യം ചെയ്യാനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം നോക്കിക്കാണേണ്ട അമാനത്ത് എന്ന അതിന്റെ പരിധിയിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് കൃത്യതയോടുകൂടെ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ നരകത്തെ തൊട്ട് സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം ആ നരകത്തിന്റെ പ്രത്യേകത വഖൂദുഹൻ നാസു വൽ ഹിജാറ, അതിലെ ഇന്ധനം, കത്തിക്കപ്പെടുന്ന വിഭവം അത് മനുഷ്യന്മാരും കല്ലുകളുമൊക്കെയാണ്. അത്ര കഠിനമായ തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് നരകമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. മാത്രമല്ല അതിൽ കാവൽക്കാരായി നിലകൊള്ളുന്നത് കഠിനന്മാരായ പരുക്കന്മാരായ മലക്കുകളായിരിക്കും. ലാ യഅസൂന അല്ലാഹ മാ അമറഹും. റബ്ബ് എന്താണോ അവരോട് കൽപ്പിച്ചത് അതിൽ യാതൊരു ധിക്കാരവും ഈ മലായികത്തുകൾ പ്രവർത്തിക്കുന്നവരല്ല. വയഫ്അലൂന മാ യുമറൂൻ. എന്തൊക്കെ അവരോട് കൽപ്പിക്കപ്പെടുന്നുണ്ടോ അത് കൃത്യതയോടുകൂടെ നിർവഹിക്കുന്നവരായിരിക്കും ഈ മലക്കുകൾ. സഹോദരന്മാരെ, ഇത് നമുക്ക് അറിയിച്ചു നൽകുന്ന വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നമ്മളുടെ വിഷയത്തിലും നമ്മളുടെ മക്കളുടെ വിഷയത്തിലും നരകത്തെ തൊട്ട് സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്, സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട്. നമുക്ക് അപകടവും പ്രയാസവും നാളെ പരലോകത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഭയപ്പെടുകയും ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ടത് മറ്റൊന്നാണ് നമ്മളുടെ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ വിഷയത്തിൽ. അവരെയും ഈ പറയപ്പെട്ട ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് വഴി നടത്തപ്പെടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിന് വേണ്ട പണി നമ്മൾ എടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പറയപ്പെട്ടതുപോലെ കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ സഹോദരന്മാരെ, അത് ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് യാതൊരു നഷ്ടവും വരുത്തില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുനിയാവിലും നമുക്ക് യാതൊരു നഷ്ടവും വരുത്തുകയില്ല, നാളെ പാരത്രിക ലോകത്തും നമുക്കത് യാതൊരു നഷ്ടവും വരുത്തുകയില്ല. ദീൻ പഠിച്ച് ദീനനുസരിച്ച് ജീവിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഏതെങ്കിലും മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുനിയവിയായ വിഭവങ്ങളിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് കാണാനാവുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കതിന് വേണ്ട വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ നാളെ പരലോകത്ത് ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ വലിയ സൗഭാഗ്യവാന്മാരായി മറ്റാരാണുള്ളത്? അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. റബ്ബ് ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് റബ്ബ് കൊടുക്കുന്നത് സമ്പത്തല്ല, അധികാരമല്ല, മറിച്ച് ദീനിൽ അവഗാഹം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ട് വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമായി തീരും. കണ്ടോ, ദീനിന്റെ മാർഗത്തിൽ നമ്മളുടെ മക്കളെ നമ്മൾ വളർത്തിയാൽ, അവരതിനനുസരിച്ച് ദീൻ പഠിപ്പിച്ചുകൊണ്ട് കൃത്യതയോടുകൂടെ നല്ല മക്കളാക്കി നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉയർത്തുന്ന ആളുകൾ ഇൽമു കൊണ്ട്, അതുപോലെ തന്നെ അറിവ് കൊണ്ട്, വിശ്വാസം കൊണ്ടൊക്കെ കൈമുതലാക്കിയ അത്തരത്തിലുള്ള ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, അവരുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസം അത് ഈ സാഹചര്യത്തിൽ, നിലവിലുള്ള സമകാലീന സാഹചര്യത്തിൽ വേണ്ടതാണ്, അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മളുടെ മക്കളെ ദീൻ പഠിപ്പിക്കുകയും ദീനുള്ളവരാക്കി തീർക്കുകയും ചെയ്യാനുള്ള ബാധ്യത അത് മറ്റേതിനെ അപേക്ഷിച്ച് എത്രയോ മുകളിലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റബ്ബിനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കുകയും ചെയ്യുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ റബ്ബ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടുകൂടെ നിർവഹിക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറിടങ്ങൾ വിശാലമാക്കുകയും നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين.